നമസ്കാരം, കോംറേഡ് മീഡിയയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയം എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ വിപുലമായ അർത്ഥത്തിൽ ഒരു കൂട്ടം ആളുകൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയം. ഓരോ വ്യക്തിക്കും, ഓരോ സംഘടനയ്ക്കും, ഓരോ കുടുംബത്തിനും, പ്രദേശത്തിനും, മതങ്ങൾക്കും, രാജ്യത്തിനും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരിന്ന് പിന്തുടരുന്ന രാഷ്ട്രീയ നയങ്ങൾക്ക്, അവയിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണഹേതുവായ ഒരു പിടി കാര്യങ്ങളുണ്ട്, നാൾവഴികൾ. കാലാകാലങ്ങളിൽ ആ നയങ്ങൾക്കും രീതികൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം, ഇനിയും സംഭവിക്കാം. അതിനെ നമുക്ക് പൊളിറ്റിക്കൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിണാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും നയങ്ങൾക്കും കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോംറേഡ് മീഡിയ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് സമകാലീന രാഷ്ട്രീയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിൽ ഓരോ രാഷ്ട്രീയ സംഘടനയും രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുത്തേക്കാവുന്ന നയങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയാണ്. അതായത് ഇന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ നയമാറ്റങ്ങൾ. കേരളത്തിന്റെ രാഷ്ട്രീയ തട്ടകമെടുത്താൽ 3 രാഷ്ട്രീയ സംഘടനകൾ നയിക്കുന്ന മുന്നണികളാണുള്ളത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോളം പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF അഥവാ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ചരിത്രം കുറിച്ചുകൊണ്ട് കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയ LDF അഥവാ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് സാരഥ്യം നൽകുന്ന CPI മാർക്സിസ്റ്റ്. വളരെ വിശാലമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ദിനരാത്രങ്ങളാണ് കടന്നുപോയത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ സംഘടനകളിൽ അവരുടെ നയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തികച്ചും അക്കാഡമിക് പെർസ്പെക്റ്റീവിലൂടെ കാണുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും തിരുവല്ല മാർത്തോമാ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് മേധാവിയുമായിരുന്ന ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ്. സ്വാഗതം സർ. അതേപോലെ തന്നെ തിരുവല്ല മാർത്തോമാ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ PJ വർഗീസ് സർ. സ്വാഗതം സർ. ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് സാരഥ്യമേകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു പ്രകടമായ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ നാം കണ്ടുകഴിഞ്ഞു. ഈ പെർസ്പെക്റ്റീവിൽ കോൺഗ്രസ് സംഘടനയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഭാവിയിലേക്ക് അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതിന്റെ പ്രസക്തി എന്നിവയിലേക്ക്. കോൺഗ്രസ് ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടം എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താം. തുടർ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ഐഡിയോളജിയാണോ ചോദ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ സാഹചര്യം? എന്തായിരിക്കും അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ഒരു രാഷ്ട്രീയ മാനദണ്ഡം അല്ലെങ്കിൽ ഐഡിയോളജി? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു ദിശാസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൊഴിഞ്ഞു പോക്കിന്റെ കാലഘട്ടമാണിത് എന്ന് നിരീക്ഷകന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന മുഖ്യ വിഷയം ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ്, പ്രത്യയശാസ്ത്രപരമായ ഒരു അസ്തിത്വമില്ലായ്മയും അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ചയും. ഒരു ഐഡിയോളജി 1955 ആവടി, മദ്രാസിനടുത്തുള്ള ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് രൂപപ്പെടുത്തിയ അന്ന് തുടങ്ങിയ സമ്മേളനത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പ്രത്യയശാസ്ത്രം ഡെമോക്രാറ്റിക് സോഷ്യലിസം, അല്ലെ? Establishment of a socialist pattern of society through democratic means. ജനാധിപത്യപരമായ രീതിയിൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ആ പ്രത്യയശാസ്ത്രം കാലോചിതമായി പരിഷ്കരിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് പരാജയം സംഭവിച്ചോ എന്ന ചോദ്യം കൂടെയുണ്ട്. അതുപോലെ തന്നെ അണികളെ ഒരു സോഷ്യൽ റെയിൻബോ കോയലീഷൻ എന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ആ റെയിൻബോ കോയലീഷനിൽ വിവിധ ജാതികൾ, പ്രവൃത്തി വിഭാഗങ്ങൾ, ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു റെയിൻബോ കോയലീഷൻ ഇന്ന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ജാതി സംഘടനകൾ, ജാതി മത അധിഷ്ഠിത പാർട്ടികൾ അവരുടെ അണികളെ പലയിടത്തേക്കാണ് വലിച്ചപ്പോൾ കോൺഗ്രസിന് അവശേഷിക്കുന്നത് ഐഡിയോളജിയുമില്ല,
ഒരു സംഘടനാ സംവിധാനവുമില്ല. കോൺഗ്രസിന്റെ സപ്പോർട്ട് ബേസിനെ വോട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് നിലവിലില്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ കോൺഗ്രസിന് ഇന്ന് എത്തിപ്പെട്ട അവസ്ഥ സംചാരമായിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്ഭവം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ഒരു അജണ്ട അല്ലെങ്കിൽ എന്നൊരു ആശയത്തിന്റെ മുകളിൽ രൂപപ്പെട്ടതാണ്. ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തായിരുന്നു, ഇപ്പം മോഹൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഐഡിയോളജി ക്രൈസിസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടി? അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ടോ? ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ഗ്രൂപ്പ് മാനേജർമാരുടെ കൈകളിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കുറെ കാലഘട്ടമായി നമുക്ക് കാണാൻ കഴിയും. അത് മെയിനായിട്ട് നേരത്തെ ഉള്ളതുപോലെ നേരത്തെ ഇതിന് തുടക്കം ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം തന്നെ ഗ്രൂപ്പിൽ നിന്ന് നമുക്കറിയാം. ഇന്ദിര ഔദ്യോഗിക കോൺഗ്രസിനെതിരെ നിന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അതാണ് പിന്നീട് ഇന്റർനാഷണൽ കോൺഗ്രസ് ഐ എന്ന നിലയിൽ വന്നത്. ഇപ്പൊ കേരളത്തില് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആന്റണിയുടെ നേതൃത്വത്തിൽ, അത് ആന്റണി നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഇപ്പോഴും ഉമ്മൻചാണ്ടിയാണ് അതിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം കൊണ്ടുകൊണ്ട് ഐ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കരുണാകരൻ നേതൃത്വം കൊടുത്തത്, പിന്നീട് അത് മാറി ഇപ്പൊ അവസാനം രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്തു. അപ്പൊ പലപ്പോഴും കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ഈ ഗ്രൂപ്പ് കളിച്ച് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്, പാർട്ടിയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൽ നിന്ന് മാറിയത് വ്യക്തിപരമായിട്ടും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അവഗണിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും മറ്റ് രീതികളിലേക്കും പോയപ്പോഴാണ് നമുക്ക് കോൺഗ്രസിന്റെ ശക്തി നഷ്ടപ്പെട്ട് കോൺഗ്രസിൽ നിന്നും മെലിഞ്ഞുണങ്ങിയ ഒരു വൃദ്ധനെ പോലെ ഉള്ള ഒരു സ്ഥിതിയിലാണ്. ഇപ്പോ നമ്മൾ ഏതൊരു സംഘടന എടുത്താലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും തീർച്ചയായിട്ടും അതിന് ഒരു പൊസിഷനിങ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഐഡിയോളജി ഉണ്ടാവും. അപ്പം അത് ശരിയോ തെറ്റോ അത് ആളുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ശരിയോ ഇപ്പം BJP എന്ന് പറഞ്ഞ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അജണ്ട. പക്ഷെ ഒരു ഏകീകൃത ഐഡിയോളജി എന്ന് പറയാൻ കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് കൊണ്ടാണ് കോൺഗ്രസ് വളർന്നത് നമുക്ക് പറയുമ്പോൾ അതിനകത്തൊരു ചോദ്യം ബാക്കി നിർത്തും. ഗ്രൂപ്പുകൾ വഴി വളർന്നത് കോൺഗ്രസ് ആണോ അതോ കോൺഗ്രസ് നേതാക്കളാണോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ബിക്കോസ് അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് എത്രത്തോളം ഗ്രൂപ്പുകൾ പാർട്ടിയെ സഹായിച്ചു എന്നുള്ളത് ചോദ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഹൈക്കമാൻഡ് ഇടപെട്ടും മറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് മാനേജർമാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നൊക്കെയുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഗ്രൂപ്പുകൾ പാർട്ടിയുടെ അതിനനിഷേധ്യമായ ശക്തിയായിരുന്നു എന്ന് പറയുന്നതിൽ നിന്നും ഗ്രൂപ്പുകൾ വേണ്ട എന്ന് പറയുന്ന ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു കാലത്തേക്ക് മാറുമ്പോൾ അതിൽ കോൺഗ്രസിന് ഉണ്ടാവാൻ പറ്റുന്ന പ്രോബ്ലംസും അത് എങ്ങനെ കോൺഗ്രസിനെ ശാക്തീകരിക്കുമെന്നും സാറിനൊന്ന്. അപ്പോ ഇതുവരെ ഇന്നലെ വരെ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത് ഈ ഗ്രൂപ്പിൽ അധിഷ്ഠിതമായിട്ടുള്ളത്. അതിനൊരു മാറ്റം വരണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായിട്ട് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട കെ സുധാകരനെ നിയമിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ്. അപ്പോൾ അത് പ്രവർത്തകരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് അവര് നേരിട്ട് ഈ കോൺഗ്രസിലെ നേതാക്കന്മാരുടെയും MLA-മാരുടെയും ഒക്കെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ആഗ്രഹം എന്താണ് എന്ന് ഒരു മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ സർവേ ഒക്കെ അവർ നടത്തുന്നു ACC അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇനിയും ഇങ്ങനെ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൂടെ മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും എന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു അവസാനം വേണം എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം സമ്പൂർണമായി വളരെ ശോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് മാറണം, സംഘടനയെ കൂടുതൽ ചലനാത്മകമാക്കണം. ആ രീതിയിൽ
അത്തരത്തിൽ ഇപ്പോ CPM-നെ പോലെയോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള ആ ഒരു തലത്തിലേക്ക് സംഘടനയെ ശക്തിപ്പെടുത്തണമെങ്കിൽ ബൂത്ത് തലം മുതൽ അഴിച്ചുപണി ആവശ്യമാണ്. അപ്പൊ ആരാണ് യഥാർത്ഥ പ്രവർത്തകർ നേതൃതലങ്ങളിലേക്ക് കടന്നു വരുന്നത്, ആ ഒരു സ്ഥിതി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഗ്രൂപ്പ് മാനേജർമാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് തലയാട്ടുന്ന അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന യാതൊരു പാർട്ടി താല്പര്യവും സംരക്ഷിക്കപ്പെടാതെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചവരെ കളം മാറ്റിയിരുത്തുന്ന ഒരു കബഡികളെ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയായിരുന്നു കോൺഗ്രസിന്. അതിനൊരു മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ, അതുപോലെ ഇൻഫ്യൂസിങ് ന്യൂ ബ്ലഡ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും എൻ ബ്ലഡ് എന്ന് പറയുന്നില്ലെങ്കിൽ പുതിയ ഒരു നേതൃത്വ നിര എന്ന് പറയാൻ പറ്റുന്ന 2 KPCC മാറി, ഇപ്പം പ്രതിപക്ഷ നേതാവ് മാറി, ഇനി ഒരു പക്ഷേ UDF കൺവീനറിനും ഒരു മാറ്റം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സുധാകരൻ KPCC പ്രസിഡന്റിന്റെ ആദ്യത്തെ പ്രസംഗം തന്നെ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി കേഡർ സ്വഭാവമുള്ള സംഘടനയായി കോൺഗ്രസിനെ ഉടച്ചു വാർക്കും എന്നുള്ളതാണ്. 2, VD സതീശൻ എന്ന് വെച്ചാൽ വളരെയേറെ നല്ല ഒരു ടെക്നോക്രാറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വളരെ ഫാക്ട്സും ഫിഗേഴ്സും കൊണ്ട് സംസാരിക്കുന്ന ഒരു ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കാൻ അങ്ങനെ ആരും ഇല്ലാത്ത ഒരു നേതാവ്. അപ്പൊ ഇവര് തമ്മിൽ തന്നെ ഒരു പ്രവർത്തന രീതിയിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ആദ്യത്തെ ചോദ്യം, കേഡർ സ്വഭാവം അങ്ങനെ ഒന്ന് കേട്ടുകേഴ്വിയിൽ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയിൽ എങ്ങനെ ഇൻസ്റ്റിൽ ചെയ്യാൻ കഴിയും? രണ്ടാമത്തെ ചോദ്യം, ഇവർ 2 പേരുടെയും പ്രവർത്തന ശൈലി കോൺഗ്രസിന് എങ്ങനെ ഒരു പുതിയ ഊർജം, സാർ നേരത്തെ പറഞ്ഞൊരു ഊർജം തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഊർജം തരും എന്ന് സാറ് പ്രതീക്ഷിക്കും? കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ഒരു കേഡർ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതാണ് ചരിത്രപരമായ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഒരു കേഡർ പാർട്ടി ആയിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ ഒരു മാസ് മൂവ്മെന്റ്, ഒന്നാമത് ഇതൊരു പാർട്ടി ആയിരുന്നില്ല. 1885-ൽ എ.ഒ. ഹ്യൂം കോൺഗ്രസ് പാർട്ടി തുടങ്ങുമ്പോൾ അത് നിവേദനം കൊടുക്കാനുള്ള ഒരു സംവിധാനം, ബ്രിട്ടീഷുകാർക്ക് നിവേദനം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം, അത് നമ്മൾ പറയുന്നത് സേഫ്റ്റി വാൽവ് തിയറി എന്നാണ്. ഒരു സംവിധാനത്തിന്റെ പ്രഷർ അതിഭയങ്കരമായി പോകുമ്പോൾ പരാതികൾ ഇംഗ്ലീഷ് അറിയാവുന്ന ജനങ്ങളെ മുന്നിൽ നിർത്തി, വിദ്യാസമ്പന്നരായ മധ്യവർഗത്തെ മുന്നിൽ നിർത്തി ബ്രിട്ടീഷുകാരുമായി സംവദിക്കാനുള്ള ഒരു പാരസ്പര്യ വേദി, പരാതികൾ പറയാനുള്ള, നിവേദനങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു വേദി എന്ന നിലയിൽ നിന്നും ഒരു മൂവ്മെന്റ് എന്ന നിലയിലേക്ക് മഹാത്മാഗാന്ധി അതിനെ, കോൺഗ്രസ് പാർട്ടിയെ കൺവേർട്ട് ചെയ്തെടുക്കുകയും പിൽക്കാലത്ത് ഒരു ഭരണ പാർട്ടി എന്ന നിലയിൽ അത് സംവിധാനം ചിട്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒരു കേഡർ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പാർട്ടി എക്കാലത്തും പരാജയമായിരുന്നു. അതിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. കാരണം കോൺഗ്രസിനെതിരെ ഒരു സംയുക്ത പ്രതിപക്ഷം മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു. 1977 വരെ കോൺഗ്രസിന് ഒരു ബദലില്ലായിരുന്നു. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി, പ്രതിപക്ഷ ഐക്യത്തിന്റെ സൂചിക വളരെ പിന്നോക്കമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഉള്ള, കോൺഗ്രസിസത്തിനെതിരെ, കോൺഗ്രസിന്റെ ഒരു രീതികൾക്കെതിരെ നിൽക്കുന്ന ഭൂരിപക്ഷം ആളുകളും ചിതറി നിൽക്കുന്നത് കൊണ്ട്, ആ വോട്ടുകൾ വിഘടിച്ചു പോകുന്നത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം 1977 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മാറ്റം നമ്മൾ കണ്ടതാണ്. അവിടെയും കേഡർ സ്വഭാവം രൂപപ്പെടുത്താൻ കഴിയാതെ പോയതിന്റെ പ്രധാന കാരണം ഞാൻ മുൻപ് പറഞ്ഞ ഒരു കാസ്റ്റ് ബേസ്ഡ് കോയലീഷൻ പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ്. ഗുജറാത്തിൽ ഖം എന്നൊരു കോമ്പിനേഷനാണ്, ക്ഷത്രിയ, ഹരിജൻ, ആദിവാസി, മുസ്ലിം കോമ്പിനേഷൻ. അതുപോലെ ഉത്തർപ്രദേശിൽ മുസ്ലിം ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എല്ലാം കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ. കേരളത്തിൽ നസ്രാണി സമൂഹവും ഇസ്ലാമിക സമൂഹവും അതുപോലെ തന്നെ നായർ സമുദായത്തിന്റെ ഒരു വിഭാഗവും എല്ലാം ചേർന്ന ഒരു സോഷ്യൽ കോയലീഷൻ. അങ്ങനെ സോഷ്യൽ കോയലീഷനിലൂടെ വോട്ടുകൾ നേടാം. ഒരു ഗുഡ് വില്ലിൽ അധിഷ്ഠിതമായ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന, ഒരു മൈൽഡ് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സ്വാഭാവിക കൂട്ടായ്മ എന്നതിനുപരിയായി കമ്മ്യൂണിസ്റ്റ് സംവിധാനം പോലെയോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അവർക്ക് പിൻബലം നൽകുന്ന RSSന്റെയും പോലെയുള്ള ഒരു കേഡർ സ്വഭാവം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാലത്തും ഇല്ലായിരുന്നു. ആ കേഡർ സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുപോകണം എന്നാണ് കണ്ണൂരിൽ നിന്ന് കടന്നു വരുന്ന സുധാകരന്റെ, KPCC പ്രസിഡന്റായി ഇപ്പോൾ നിയമിതനായിരിക്കുന്ന കെ സുധാകരൻ പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ഈ കോൺഗ്രസിന്റെ വർഗ സ്വഭാവം, പ്രവർത്തന രീതി, ആ ഒരു ജനുസ് മാറാൻ
പറ്റില്ല എന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. പക്ഷെ സ്വാഭാവികമായി കേഡർ അടിത്തറ രൂപപ്പെടുത്താതെ ഒരു വിജയസാധ്യത ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കെ സുധാകരൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇപ്പം കെ സുധാകരന്റെ അടുത്ത സമയത്ത് നടന്ന കുറെ വാർത്താ സമ്മേളനങ്ങൾ വളരെ അധികം ആവശ്യത്തിനും അനാവശ്യത്തിനും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കുറെ വാർത്താ സമ്മേളനങ്ങൾ, അതിന് മുഖ്യമന്ത്രി കൊടുത്തേക്കുന്ന മറുപടികളും എല്ലാം വളരെയേറെ നമ്മൾ കണ്ടതാണ്. ഈ കണ്ണൂർ രാഷ്ട്രീയം ഊന്നി അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ തീവ്രതയിലേക്ക് കോൺഗ്രസിനെ പോകണം എന്നുള്ള ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ വ്യൂ എത്രത്തോളം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമാണ്? ആവേശോജ്വലമായ അധ്യായമാണ് കണ്ണൂർ രാഷ്ട്രീയം. വടക്കൻ പാട്ടിന്റെ ഈരടികളാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. വീരകഥകൾ, അത്ഭുത കഥകൾ, അംഗം വെട്ടിയ കഥകൾ, അല്ലെ? അപ്പൊ കെ സുധാകരനും KPCC പ്രസിഡന്റ് കെ സുധാകരനും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തലശ്ശേരി ബ്രണ്ണൻ കോളേജിന്റെ തിരുമുറ്റത്ത് അംഗം വെട്ടിയ കോരിത്തെരിപ്പിക്കുന്ന കഥകളിലൂടെയാണ് കേരളം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഥകൾക്ക് ഒരുപക്ഷെ കേരളത്തിന്റെ തൽക്കാലത്തേക്കുള്ള അറ്റൻഷനെ പിടിച്ചു നിർത്താൻ കഴിയും. അടിസ്ഥാനപരമായ വിഷയം ആരാരെ ചവിട്ടി വീഴ്ത്തി ഊരിയ വാളുകളുടെ മധ്യത്തിൽ എത്ര ഇഞ്ചാണ്? 52 ഇഞ്ച്. പ്രധാനമന്ത്രിയുടെ 52 ഇഞ്ചിനേക്കാൾ ഒട്ടും മോശമല്ല 52 ഇഞ്ചുള്ള മുഖ്യമന്ത്രി. അപ്പൊ ആ ചങ്കൂറ്റത്തോടെ വാള് പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈഡുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകണം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് ഗുഡ്, പോസിറ്റീവ്. അറ്റ് ദ സെയിം ടൈം ഒരു പരിധിയിൽ കൂടുതൽ വീരാരാധനയുടെ അംഗം വെട്ടിയ കഥകൾ ചേകവരല്ല എന്നാവശ്യം. അല്ലെ, രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങൾക്ക് ദിശാബോധം നൽകുന്നവരായിരിക്കണം. അവരുടെ വ്യക്തിപരമായ ധീരകഥകൾ, വീരകഥകൾ മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ ഇക്കിളിപ്പെടുത്തുന്ന ഒരു അനുഭവം തൽക്കാലത്തേക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയുമായിരിക്കും. പക്ഷെ യഥാർത്ഥ വിഷയങ്ങളെ, കാതലായ വിഷയങ്ങളെ തമസ്കരിച്ചുകൊണ്ട് നീയാണോ ഞാനാണോ വലുത് എന്ന രീതിയിൽ കെ സുധാകരനാകട്ടെ, ശ്രീമാൻ പിണറായി വിജയനാകട്ടെ, വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ഒരു കൾച്ചറാണ് വികസിപ്പിക്കുന്നത് എങ്കിൽ നമ്മുടെ രാഷ്ട്രീയം നേരായ ദിശയിലല്ല സഞ്ചരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ബഹിർസ്ഫുരണങ്ങൾ ദീർഘകാലം കേരള രാഷ്ട്രീയത്തിൽ അലയടിക്കുന്നത് കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും പുരോഗതിക്കും അത്ര നല്ലതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് കോൺഗ്രസിന്റെ ഐഡിയോളജി, അല്ലെങ്കിൽ ഇതിപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ആ തീവ്രത, അതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇനി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയൊരു ക്രൈസിസിലൂടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതൊരു നൈമിഷികമായി പറഞ്ഞ ഒരു കാര്യമായി ഇഗ്നോർ ചെയ്യപ്പെടേണ്ട കാര്യം മാധ്യമങ്ങളിൽ അനാവശ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇതില് ഈ ഒരു ക്രൈസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയേറെ മുന്നിൽ ഒരു വിജയത്തിലേക്ക് വന്നു? അതില് ജനങ്ങളുടെ സാധാരണ നീഡ്സ്, അതായത് അവരുടെ ഭക്ഷണം, അവരുടെ കിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള അതുപോലത്തുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയം ഡെഫിനറ്റ്ലി കോൺഗ്രസിനെ പൊളിറ്റിക്കൽ വാറിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി എന്ന് വേണ്ടേ പറയാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണോ അവർക്ക് വേണ്ടത് അത് കൊടുക്കാൻ, ബേസിക് നെസസിറ്റീസ് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇവർക്ക് കഴിഞ്ഞു. അതേസമയം ഉയർന്നു വന്ന പല രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന പല കാര്യങ്ങളും വിസ്മരിക്കപ്പെട്ടും പോയി. അപ്പൊ ഒരു തമിഴ്നാട് കൾട്ടിലേക്ക്, അല്ലെങ്കിൽ അവിടെ ഫ്രിഡ്ജ് കൊടുക്കുന്നു, ടീ കൊടുക്കുന്നു എന്ന് പറയുന്ന തമിഴ്നാട് കൾട്ടിലേക്ക് ഉള്ള കേരളത്തിന്റെ ഒരു യാത്രയുടെ തുടക്കമാണോ ഇത്? രണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് ഈ കഴിഞ്ഞ ഇലക്ഷന് ഒരു അജണ്ട തന്നെ സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഇതുപോലൊരു അവസ്ഥ മൂലമുണ്ടായില്ലേ? ഇപ്പൊ നമ്മൾ കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു ആൾക്കൂട്ടം എന്ന് മാത്രമാണ് കോൺഗ്രസിനെ കുറിച്ച് സാധാരണ പറയുന്നത്. ഒരു ആൾക്കൂട്ടമാണ്. ഇലക്ഷൻ വരുമ്പോ പല ഗ്രൂപ്പുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ ഓരോ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന കുറെ ആളുകൾ ഒന്നിച്ചു കൂടുന്നു.
അതിൽ ചിലപ്പോ ചില മണ്ഡലങ്ങളിൽ ജയിക്കുന്നു. ആ ജയിച്ചു വരുമ്പോ പിന്നെ അതിനകത്ത് തന്നെ ഇപ്പൊ ഒരു കേഡർ സംവിധാനമാകുമ്പോ അതിന് ആ കേഡർ സിസ്റ്റത്തിന്റെ എല്ലാ തത്വങ്ങളും അധിഷ്ഠിത അനുസരിച്ചായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ മന്ത്രിമാരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് സ്ഥാനമാണ്. ഇപ്പം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? പേഴ്സണൽ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നത് ഓരോ മന്ത്രിയും ഒരുപക്ഷെ ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാർ കൊടുക്കുന്ന ലിസ്റ്റിൽ ഒന്ന്, അല്ലെങ്കിൽ അവര് വേറെ ആരെങ്കിലും അവർക്ക് സ്വന്തം താല്പര്യമുള്ള, ഒരുപക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെടുന്നവർ വരെ ആകാം. ആ വ്യക്തിയെ ഏത് മന്ത്രിയാണോ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് പേഴ്സണൽ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നത്. പാർട്ടിക്കൊന്നും അവിടെ യാതൊരു കൺട്രോളും ഇല്ല. അപ്പോ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അന്ന് വരെ തലേന്ന് വരെ വെള്ളം കോരി ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ജയിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും യാതൊരു വോയിസും അതിനകത്തില്ല. അവര് പിന്നെ കോൺഗ്രസ് ആണെന്ന് പറയാം. നേതാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമായി അവർ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, മന്ത്രിമാരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പാർട്ടി ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ഓരോ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലുള്ളത്. അങ്ങനെ അത് ഒരു പാർട്ടിക്ക് ഒരു നിയന്ത്രണ സംവിധാനമുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പാർട്ടി ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പാർട്ടിയുമായിട്ടുള്ള അതിന്റെ ഒരു കൂടിച്ചേരൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഈ 5 വർഷ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ എന്റെ ഒരു നിരീക്ഷണത്തിൽ അവസാന 1 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ 4 വർഷ കാലഘട്ടത്തിലും അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവസാന കാലഘട്ടത്തിൽ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ അദ്ദേഹത്തിന്റെ പല നിരീക്ഷണങ്ങളും പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോ കാര്യത്തിലും പിന്നെ അദ്ദേഹത്തിന്റെ ഫോൺ വിളി എടുത്തു കഴിഞ്ഞാൽ ഉസ്മാൻ എന്ന് പറഞ്ഞ അത് പബ്ലിക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അതൊക്കെ അതായത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൃഷ്ടിക്കപ്പെടുവാൻ അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ചില വിഷയങ്ങൾ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടുന്ന രീതിയിലുള്ളതായ സപ്പോർട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് അപ്പൊ പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ഏകോപനം അതിലൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളരെയധികം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ യഥാർത്ഥ പ്രവർത്തകർ ഇതിന്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ പാർട്ടി പ്രവർത്തകർ കൂടെ നിൽക്കും. ഇപ്പോ ഇതിന് മറ്റൊരു രസകരമായ സംഗതി എന്ന് പറയുന്നത്, ഇതില് ഒരുപാട് നേതാക്കന്മാര് BJP-യിലോട്ട് പോകാനുള്ള ഒരു ചിന്തയിലൊക്കെ ഇരുന്നതായിരുന്നു. പക്ഷെ BJP വിളിച്ചു പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ വീണ്ടും സുധാകരനെ കൊണ്ടുവന്നു, കുറച്ചവർ കൂട്ടം ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇതിനകത്ത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP ഇപ്രാവശ്യം 1 മുതൽ 0 വരെ എന്ന് പറയുന്നതിലോട്ട് 1-ൽ നിന്ന് 0-ത്തിലോട്ട് പോയത് ശരിക്കും ഗുണകരമായത് കോൺഗ്രസിനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ BJP-ക്ക് 2, 3, 4 സീറ്റ് ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യം വന്നിരുന്നുവെങ്കിൽ എത്ര പേർ ഒരുപക്ഷെ നീലയിൽ നിന്നും കാവി പടയിലോട്ട് പോകും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അതിനെപ്പറ്റി സാറിന് അങ്ങനെ ഒരു ചിന്താശരണി കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ സാധ്യതകൾ. കേരളത്തിന്റെ 3 ചിന്താധാരകൾ, ഒന്ന് ലെഫ്റ്റ് ടു ദ സെന്റർ, ഒന്ന് റൈറ്റ് ടു ദ സെന്റർ, ഒന്ന് സെന്റർ. മധ്യവർഗ ഒരു രാഷ്ട്രീയ ചിന്ത എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി എവിടെയുണ്ട്. ഒരു വലത് ഇന്നലകളുടെ നന്മകളിലേക്ക്, അത് രാഷ്ട്രഭാര സംസ്കാരമാകാം, ഹിന്ദുത്വ എന്ന ഐഡിയോളജി ആകാം, ദേശീയതയുടെ ഒരു കുറച്ചുകൂടെ സങ്കുചിതമായ ചില തലങ്ങളാകാം, അതിലേക്ക് കൊണ്ടുപോകാൻ ഒരു പ്രസ്ഥാനം. അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് ക്ലെയിം ചെയ്യുന്ന മറ്റൊരു പ്രസ്ഥാനം. ഇടത് വലത് പ്രസ്ഥാനങ്ങളുടെ മധ്യത്തിൽ പൊസിഷൻ ചെയ്യുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടത്തോട്ട്
പോകാൻ ഇനി അധികം പേരുണ്ടാവില്ല. പോകാനാണെങ്കിൽ മുൻകാലങ്ങളിൽ തന്നെ പോകാമായിരുന്നു. കേരളത്തിലെ ശരാശരി കോൺഗ്രസ്സുകാരന്റെ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വിരോധം സമ്പാദിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്, BJP അല്ല. ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ ശത്രു BJP ആയിരിക്കാം. പക്ഷെ കേരള സംസ്ഥാനത്തെ കോൺഗ്രസിനെ എക്കാലത്തും പ്രതിരോധിച്ചു നിർത്തിയതും വിമർശിച്ചതും ഭാരതീയ ജനതാ പാർട്ടി എന്ന പുതിയ പാർട്ടിയല്ല, താരതമ്യേന പുതിയ പാർട്ടിയല്ല, അത് ഇടതുപക്ഷമാണ്. അപ്പൊ ഇടതുപക്ഷത്തേക്ക് കോൺഗ്രസിൽ നിന്നും ഒരു കുത്തൊഴുക്ക് പ്രതീക്ഷിക്കുന്നില്ല, ഇനിയും പ്രതീക്ഷിക്കുന്നില്ല, നടന്നിട്ടുമില്ല. അതേസമയം കോൺഗ്രസ് മുൻപ് പ്രതിനിധാനം ചെയ്യുന്ന ദേശീയതയും ഒക്കെ അതിനേക്കാൾ വർദ്ധിത വീര്യത്തിൽ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. വിദേശ നയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആഗോള നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരു കൊഴിഞ്ഞുപോക്ക്, കോൺഗ്രസിന്റെ ഒരു റൈറ്റ് വിങ് വിഭാഗം, മധ്യപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരു വലത് ചിന്താധാര BJPയിലേക്ക് പോകും എന്ന പ്രതീതി ജനിപ്പിച്ചിരുന്നു. പക്ഷേ കറക്റ്റാണ്, ആങ്കർ വിപിൻ പറഞ്ഞ ആ ഒരു പ്ലാങ്ക് വളരെ കറക്റ്റാണ്. ഒന്ന് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അപ്പോൾ BJP നേടിയ വോട്ട് പെർസെൻറ്റേജ് നിലനിർത്താൻ കഴിയാതെ വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ BJPയിലേക്കുള്ള പെട്ടെന്നുള്ള കൊഴിഞ്ഞുപോക്ക് സംഭവിക്കില്ല എന്നാണ് നിരീക്ഷിക്കാവുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് മുന്നേറി ഒരു 4-5 സീറ്റിലേക്ക് നീങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ അസംതൃപ്തരായ കോൺഗ്രസുകാരുടെ ഒരു നല്ല പങ്ക് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരക്ഷിതത്വം തേടി പോവുകയും അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി ഒരു വശത്തും NDA കക്ഷികൾ ഒരു വശത്തും ഇടത് കക്ഷികൾ മറുവശത്തും നിന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റിൽ കോൺഗ്രസ് ഒരു 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകാവുന്ന അന്തരീക്ഷം ഒഴിവായതിന് കോൺഗ്രസ് നന്ദി പറയേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയോടാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFിലേക്ക് കുറേ കക്ഷികൾ, കുറേ ഘടകകക്ഷികൾ ഇപ്പം കുടിയേറിയതായിട്ടും കുടിയേറാൻ ഇനി ഇരിക്കുന്നതായിട്ടും വാർത്തകളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ കുടിയേറൽ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെയാണ്. അപ്പം ഘടകകക്ഷികളെ പിടിച്ചു നിർത്തുന്നതിൽ കോൺഗ്രസ് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ INC എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കാലകാലങ്ങളിൽ അടവ് നയത്തിലൂടെ ചില സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തുകയും ഇടതുപക്ഷത്തോടൊപ്പം നിർത്തുകയും മാർക്സിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് സ്വതന്ത്ര വേഷത്തിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് വിന്നബിൾ ഒരു ഫോർമുല ഉണ്ടാക്കി അതിനെ വിജയത്തിലെത്തിക്കുന്ന ഒരു പതിവ്. ആ പതിവ് UDFനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അന്യമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളെയും ഒരുമിച്ച് നിർത്താനുള്ള എല്ലാ അടവ് നയം എന്ന തലത്തിൽ നിന്നും യഥാർത്ഥ അലൈസ് എന്ന രൂപത്തിൽ, യഥാർത്ഥ മുന്നണി പങ്കാളികൾ എന്ന രൂപത്തിൽ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തെ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ, MP വീരേന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ മകൻ ശ്രേയാംസ് കുമാറും നയിക്കുന്ന ജനതാദൾ വിഭാഗത്തെയും കൂടെ നിർത്തുക വഴി LDF നേടിയെടുത്ത മേൽക്കൈ UDFനെ സംബന്ധിച്ചിടത്തോളം ബലികേറാമലയായി മാറിയ കാഴ്ചയാണ് കാണുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോർ വോട്ട് ബേസായ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ഈ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് UDFന്റെ മാനേജ്മെന്റ് പാളിയിരിക്കുന്നു. ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി പ്രധാന ഘടകകക്ഷിയാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഒരിക്കലും മുസ്ലിം ലീഗ് ഇടപെടില്ല എന്ന് വിചാരിക്കുമ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇടപെട്ട് ഒന്നുകിൽ പാണക്കാട് ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി E. അഹമ്മദ് മുതലായ നേതാക്കൾ കാലാകാലങ്ങളിൽ കോൺഗ്രസിന്റെ തർക്കങ്ങൾ പരിഹരിക്കുന്ന ഗതികേടിലേക്ക് പലപ്പോഴും കോൺഗ്രസ് കണ്ടിട്ടുണ്ട്. അതേസമയം മറുവശത്തെ LDFന്റെ തർക്കങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, CPM, അതിന് ഉൾപാർട്ടി തർക്കങ്ങൾ പുറം ലോകം അറിയാത്ത രീതിയിൽ, ഇത് വെറും അറിയുമ്പോൾ പോലും മാധ്യമ
സങ്കല്പം മാത്രമാണ്, മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തനം മാത്രമാണ് എന്ന ഒഴുക്കൻ മട്ടിൽ അതിനെ ബ്രഷസൈഡ് ചെയ്യുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഘടകകക്ഷികൾക്ക് തങ്ങളുടെ സിസ്റ്റത്തിൽ കൂടി ഇടപെടാനുള്ള അനുവാദം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ മേൽ വലിയ നിയന്ത്രണമൊന്നും കൽപ്പിക്കാനാവാത്ത ഒരു സംവിധാനമാണ്. ചുരുക്കത്തിൽ LDF-ൽ ശരിയായ വലിയേട്ടനായ CPM-ന് സ്വന്തം ഘടകകക്ഷികളുടെ മേലുള്ള നിയന്ത്രണം UDF സംവിധാനത്തിൽ കോൺഗ്രസിന് അതിന്റെ ഘടകകക്ഷികളുടെ മേൽ ഇല്ല എന്നതാണ് വാസ്തവം. അതേപോലെ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരുപക്ഷെ ഈ INC-യിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി ഒന്നാണ്. ഇപ്പം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ INC-യുടെ ഉൾപാർട്ടി കാര്യങ്ങളിൽ വരെ ഇടപെടാൻ ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ അത് മുസ്ലിം ലീഗിലുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ തന്നെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥയിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പാർട്ടി എത്രത്തോളം കോൺഗ്രസ് UDF സഖ്യകക്ഷിയായി നിൽക്കാൻ സാധ്യതയുണ്ട്? ബിക്കോസ് അതിനകത്ത് തന്നെ ഇപ്പം അധികാരത്തിൽ അടുത്ത 5 കൊല്ലത്തേക്ക് എന്ത് വന്നാലും UDF അധികാരത്തിലില്ല. അപ്പം 10 കൊല്ലം അടുപ്പിച്ച് അധികാരത്തിലില്ലാത്ത ഒരു മുന്നണിയുടെ കൂടെ എത്ര നാൾ മുസ്ലിം ലീഗ് പോലൊരു സംഘടനയ്ക്ക് നിൽക്കാൻ കഴിയും? ഞാൻ പറയുന്നത് മൊത്തം അടർന്നു വരുമെന്നുള്ളതല്ല, അതിനകത്തൊരു സ്പ്ലിറ്റിനൊരു സാധ്യത സാർ കാണുന്നില്ലേ? മുസ്ലിം ലീഗില് സ്പ്ലിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ തലമുറ മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ ഇനിയിപ്പോ UDF കൺവീനറിന്റെ കാര്യത്തില്, KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തലമുറ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മാറ്റത്തിന്റെ ചില അലയൊലികൾ അതിലും കാണാൻ പറ്റി. പക്ഷെ ഒരിക്കലും അതിന്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലും തലമുറ മാറ്റം വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതൊരിക്കലും ഒരു പാർട്ടി പിളരുന്ന തരത്തിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാബറി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ സമയത്ത് പോലും വർഗീയപരമായ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വർഗീയമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ വളരെ സൗമ്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത ഒരു നേതൃത്വം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത്തരത്തിൽ അവരുടെ പാർട്ടിയിലും ചർച്ചകൾ നടത്തും. നേതൃമാറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിന്റെ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ ഇനി യുവജനങ്ങളെ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടാനുള്ള ഒരു സാധ്യത ഇനി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയത്തെ നോക്കുമ്പോൾ എപ്പോഴും അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഈ ചെറിയ പാർട്ടികളൊക്കെ അവർക്ക് വേണ്ടത് അധികാരമാണ്. അധികാരം ഇല്ല എങ്കിൽ രാഷ്ട്രീയത്തിൽ പിന്നെ നിലനിൽപ്പില്ല. എപ്പോഴും അധികാരം എവിടെയാണോ അവിടേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സൂര്യരശ്മിയെ അന്വേഷിച്ച് ഈ മരങ്ങളുടെ ചില്ലകൾ പോകുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടി ഇങ്ങനെ എവിടെയാണോ അധികാരമുള്ളത് അതിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇനി ഈ UDF-നകത്ത് തന്നെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവിധാനവുമായി മുന്നോട്ട് പോവുകയും അത്തരത്തിലുള്ളതായ മാറ്റങ്ങൾ UDF-ൽ കാണുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം RSP UDF വിട്ടു പോകണം എന്നുള്ള അഭിപ്രായം പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ ഒരു അഭിപ്രായമുണ്ട്. കാരണം ഇതിൽ നിന്നിട്ട് ഇനി കാര്യമില്ല, അണികളെല്ലാം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അധികാരമില്ലെങ്കിൽ ഈ പാർട്ടി പോയി, അണികളില്ല, പാർട്ടി സംവിധാനം നഷ്ടമാകുന്നു. അപ്പോൾ അത്തരത്തിൽ പാർട്ടിയുടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഉള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇനിയിപ്പം ഇടതുപക്ഷത്ത് പോയേക്കുന്ന അതിനകത്തും അസംതൃപ്തരുണ്ടാകാം. നമ്മളെല്ലാ കാലവും ഇപ്പോഴുള്ള LDF-ലുള്ളവർ എന്നും LDF-ൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കാത്ത പാർട്ടികൾ പോലും നാളെ അധികാരത്തിന് വേണ്ടി ഇപ്പുറം ചാടുന്ന കാഴ്ചയാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണിയിലും ചേരാത്ത പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കേരള രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറിയ ചരിത്രമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു സംവിധാനം കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് UDF നേതൃത്വത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇനി ഒരു ഭാവി ബാല്യമുണ്ട്. തീർച്ചയായും അതേപോലെ പ്രസക്തമായ ഒരു കാര്യം നമ്മള്
ഇനിയുള്ള അടുത്ത 3-3.5 കൊല്ലം, 2020-2021 അടുത്ത 3-3.5 കൊല്ലം ഒരു തരത്തിലും ഇലക്ഷൻ അജണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്ന വർഷങ്ങളല്ല. കാരണം ഇനി അടുത്ത ഇലക്ഷൻ വരുന്നത് തന്നെ പാർലമെന്ററി ഇലക്ഷൻ ആണ് വരുന്നത്. അത് 2024-ലാണ്. 3 കൊല്ലം. ഈ 3 കൊല്ലവും കൊണ്ട് കോൺഗ്രസിനെ ഇലക്ഷൻ എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഇവിടെ വരുന്നില്ല. ആ ഒരു പോരാട്ടം കാണിക്കേണ്ടി വരുന്നില്ല. ഈ 3 കൊല്ലവും കൊണ്ട് കോൺഗ്രസിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ആ 3 കൊല്ലം കൊണ്ട് സംഘടനാ രീതി ശക്തമാക്കാം, ഇല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ മറ്റു പാർട്ടികളിലേക്ക് ചേർക്കാറ്. എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ ഇനി മുന്നോട്ടുള്ള ആ ഒരു യാത്ര, എങ്ങനെയായിരിക്കും അവര് പ്ലാൻ ചെയ്ത് വെച്ച് നമ്മുടെ ഒരു ഇതേവരെയുള്ള ഒരു അനാലിസിസിന്റെ ഒരു ഇംഗ്ലീഷിൽ സേയിങ് ഉണ്ട്, ബാക്ക് ടു സ്ക്വയർ വൺ. അവർ തുടക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്, ലോഞ്ചിങ് പാഡിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നേന്ന് തുടങ്ങാവുന്ന ഒരു ഘട്ടത്തിലാണ്. അതിൻ്റെ ഭാഗമായുള്ള സമഗ്രമായ അഴിച്ചുപണി ആണ് കോൺഗ്രസിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കാണുന്നത്. ഇതിൽ 2-3 നിർണായകമായ നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിനെ ഏതാനും പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഹൈക്കമാൻഡ് സംസ്കാരം ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നു. ഹൈക്കമാൻഡ് എന്ന ഒരു സങ്കല്പം BJPയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പോലെയോ CPMന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പോലെയോ അല്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു ഫാമിലി സംവിധാനമാണ്. വളരെ ചുരുക്കം കാലത്തൊഴിച്ചാൽ ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന 5 വർഷം, അതിനുശേഷമുള്ള 2 വർഷം, അതൊഴിച്ചാൽ ഒരു ബ്രീഫ് ഇടവേള, ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായ ആ ഇടവേള ഒഴിച്ചാൽ ഗാന്ധി നെഹ്റു ഫാമിലി തന്നെയാണ് ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡാണ് ആത്യന്തികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തി. ആ ഹൈക്കമാൻഡ് സംസ്കാരം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഇത്ര വലിയ പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചപ്പോഴും ഹൈക്കമാൻഡിലേക്ക് ഉറ്റുനോക്കുന്ന കോൺഗ്രസ്സുകാരെയാണ് കാണുന്നത്. ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നതാണ്. മുൻകാലങ്ങളിൽ നിന്നുള്ള ഈ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് ബോർഡിലേക്ക് വരികയാണ് കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ കൂടി. 3.5 വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിനെ നോക്കി കാണാൻ ഇനിയും ഏറെ സമയമുള്ളത് കൊണ്ട് ഡ്രോയിങ് ബോർഡ് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഹൈക്കമാൻഡ് സംസ്കാരത്തിന് ഇളക്കം വരുമോ എന്നതാണ് ആദ്യമായി ഉയർത്തപ്പെടേണ്ട ചോദ്യം. പക്ഷേ ആ ചോദ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർ ഏതാണ്ട് എല്ലാവരും തന്നെ, നേതൃത്വവും അണികളും എല്ലാം തന്നെ അങ്ങനെയാണ്. അതേസമയം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഇനി വലിയ അർത്ഥം കാണില്ല കോൺഗ്രസ്സുകാർ. കാരണം ഗ്രൂപ്പുകളെ അലങ്കാരികമായി പറഞ്ഞാൽ പൊള്ളിച്ചടുക്കുന്നതിൽ ഹൈക്കമാൻഡ് വിജയിച്ചു. പക്ഷെ അപ്പോൾ ഗ്രൂപ്പുകൾ സേഫാണ്. ഇപ്പോൾ എന്ത് പരാജയം സംഭവിച്ചാലും ഇനി ഹൈക്കമാൻഡിന്റെ തലയിലേക്ക് ചാർത്താൻ സാധിക്കും. അതുകൊണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും വിട്ടുവന്നാൽ പിന്നെ ആരാണ് കോൺഗ്രസ്സുകാരെ കോർഡിനേറ്റ് ചെയ്യുന്നത്? വലിയ ചോദ്യം. അടുത്ത 3 വർഷത്തേക്ക് കോൺഗ്രസ്സുകാരെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? അപ്പോൾ ഹൈക്കമാൻഡിന് നേരിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു മെഷീനറി ആവശ്യമുണ്ട്. ഹൈക്കമാൻഡിന്റെ ദൂതനായി കേരളത്തിൽ കുറച്ച് വർഷങ്ങളായി, ഒരു ഏതാനും വർഷങ്ങളായി, 2-3 വർഷമായി പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരം മുഖമാണ് ശ്രീ വേണുഗോപാലിന്റെ മുഖം. ഒരു കാലത്ത് AK ആന്റണി ആയിരുന്നു, ഒരു കാലത്തത് K കരുണാകരനായിരുന്നു, ഒരു ഇടവേളയിൽ അത് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒന്നും ഒരിക്കൽ പോലും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ ഇടത്തേക്ക് ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ KC വേണുഗോപാൽ വരും എന്ന പ്രതീക്ഷയും അസ്ഥാനത്തായിരിക്കുന്നു. KC വേണുഗോപാലിന്റെ തീരുമാനമല്ല, ഒരു ഗ്രൂപ്പിന്റെ തീരുമാനമല്ല. ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും സാങ്കേതികമായി 2 ഗ്രൂപ്പുകളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ധാരണ ഉണ്ടായതായി പറയപ്പെടുന്നു. എങ്കിലും ആ ധാരണയ്ക്ക് അതീതമായിട്ടാണ് 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടന്നത്. നിയമനങ്ങൾ, തെരഞ്ഞെടുപ്പുകളെന്നല്ല നിയമനങ്ങൾ. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് VD സതീശനെയും നിയമിച്ചത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ നിയന്ത്രണം പരിമിതപ്പെടുത്തുകയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥ സംസ്ഥാന നേതാവിനെ കണ്ടെത്തുകയും ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ മനോഭാവം വളർത്തിയെടുക്കുകയും അതിലൊരുവൻ ഫസ്റ്റ് അമംഗ് ഈക്വലായി മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ അടുത്ത 3 വർഷത്തിനുള്ളിൽ അങ്ങനെ തലയെടുപ്പുള്ള ഒരു ഒറ്റ നേതാവ് വരാനുള്ള സാധ്യത
തികച്ചും അസംഭവ്യമാണ്. കാരണം ഇപ്പോഴത്തെ നിലയിൽ നാളുകളുടെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ ഒരു പ്രത്യേക മുഖം തെളിഞ്ഞു വരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് മുഖങ്ങൾക്കതീതമായി ഒരു പ്രത്യയശാസ്ത്രം വികസിപ്പിച്ചെടുക്കുകയും ഒരു ആവേശം വിതറുകയും ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുമ്പോൾ, ഇലക്ഷന്റെ തലേദിവസം വരുമ്പോൾ ലഭിക്കുന്ന ആവേശത്തിന് ഉപരിയായ ഒരു കോൺഗ്രസ് ആവേശം അണികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉണരുന്നത്. ആ സംഘടനാ സംവിധാനമാണ് കോൺഗ്രസ് മനോഭാവമുള്ള വോട്ടുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കേണ്ടതും ഇലക്ഷന് ജയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചു നിർത്തേണ്ടതും. അത് സംഭവിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് സംഭവിക്കാനുള്ള ആദ്യ നടപടികളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷെ ഹൈക്കമാൻഡ് എന്ന സങ്കല്പത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ സംസ്കാരം വളരുമോ എന്നതാണ് കാതലായ ചോദ്യം. അതേപോലെ ഇപ്പോ കേരളത്തിലുള്ള 3 പ്രധാനപ്പെട്ട മുന്നണികൾ എടുക്കുകയാണെങ്കിൽ, പാർട്ടികൾ എടുക്കുകയാണെങ്കിൽ, അവരെല്ലാം ഒരു അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അജണ്ട മുന്നോട്ട് വെച്ചാണ് ഇലക്ഷൻ അംഗീകരിക്കുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അത് എന്റെ ഒബ്സർവേഷൻ മാത്രമാണെന്ന് എനിക്കറിയില്ല, ഒരു ഇടതിനെതിരായിട്ട് വെക്കുന്ന അജണ്ട ആണ് പല ഇലക്ഷനിലും UDF മുന്നോട്ട് വെച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. നേരിനൊപ്പം എന്ന് പറയുമ്പോൾ അതിനെ തിരുത്തി പറയുന്നു, അല്ലാതെ മുന്നിൽ ഇതാണ് ഞങ്ങളുടെ അജണ്ട, അല്ലെങ്കിൽ ഇടത് എതിർപ്പ് എന്നതിനപ്പുറം ഇതാണ് നമ്മുടെ വികസന അജണ്ട എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് അത് ഇതിനെ റിഫ്ലക്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു പക്ഷെ നമ്മൾ കാണാതിട്ട് പോയതായിരിക്കാം. പക്ഷെ അങ്ങനെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ ആ പാർട്ടി മിഷനറി സാധിച്ചിട്ടില്ല. ഇപ്പം ഒരുപാട് സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവന്തോ അവസാനത്തെ ഒരു കൊല്ലത്തിലാണ് രമേശ് ചെന്നിത്തല നമ്മുടെ LDF-നെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിലും ആ ആരോപണങ്ങൾ പോലും താഴെത്തട്ടിൽ എത്തിക്കാൻ പാർട്ടിക്ക് UDF-ന് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ വാട്ട് ഈസ് ദ നെക്സ്റ്റ്, എന്താണ് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും എന്നുള്ള കാര്യവും ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് സാധിക്കാൻ ഉള്ള മിഷനറി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു UDF-ന് അങ്ങനെ മിഷനറി ഉണ്ടെന്ന്. പക്ഷെ ഇനി അത് ഈ ഒരു 3 കൊല്ലത്തിനകം ഉണ്ടായി വരുമെന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ചുമതലയേറ്റപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അടുത്ത മുഖ്യമന്ത്രിയാകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രി കസേര ആ രീതിയിൽ പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു നിലയിലേക്ക് പോകും. അതാണ് അധികാരമാണോ ഐഡിയോളജി? ബിക്കോസ് ഏതൊരു സംഘടനയ്ക്ക് ഒരു ഐഡിയ നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് മുന്നോട്ട് കാണിക്കാൻ നമുക്കൊരു ഐഡിയോളജി വേണമല്ലോ. എന്തായിരിക്കും UDF അടുത്ത 5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം മുന്നോട്ട് കാണിക്കാൻ പോകുന്ന അവരുടെ ഐഡിയോളജി അല്ലെ നയം എന്തായിരിക്കാം? ഇപ്പൊ നയങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം BJPയും കോൺഗ്രസിന്റെ നയവും എടുത്ത് പരിശോധിച്ചാൽ ഒരു മാറ്റവും ഇല്ല. എല്ലാം മറ്റവരുടെ നയങ്ങൾ തന്നെ, ഇവരുടെ നയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ന് മോഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നയങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നയം ഇത് ഒന്നും തന്നെയാണ്. പക്ഷേ LDF മുന്നോട്ട് വയ്ക്കുന്ന നയവും UDF മുന്നോട്ട് വയ്ക്കുന്ന നയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവര് നമ്മുടെ ഇപ്പോ കഴിഞ്ഞ 5 വർഷ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവരുടെ അവർ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്ന നയസമീപനം ഇടതുപക്ഷം എടുത്തിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ അവർ വന്നാലും അത് വിറ്റ് പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ള നയം തന്നെയാണ്. അത് തന്നെയാണ് അവരുടെ നയവും. ഇനി അതിന് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു നയമല്ല, മാത്രമല്ല അത് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ നയമാണ്. ഇനി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും ഇപ്പം ചെയ്യുന്നത് പോലെയുള്ള ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്ത പോലെ സമീപനം കോൺഗ്രസും എടുക്കും. അല്ലാതെ കോൺഗ്രസിന് ആത്യന്തികമായി അവരൊരു ഇതുവരെയുള്ള നയം മുഴുവനും തെറ്റായി പോയി, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റണം, ആ ഒരു ചർച്ചയൊന്നും കേന്ദ്ര തലത്തിലൊന്നും നടന്നിട്ടില്ല. അവര് കാലാകാലങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നു. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റബ്ബറിന് താങ്ങുവില UDF പ്രഖ്യാപിച്ചതിൽ നിന്നും വളരെ കൂട്ടിക്കൊടുത്ത്
ഇപ്പൊ നമ്മളൊരു 1 കിലോ റബ്ബർ കൊടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയും ഇപ്പൊ ഒരു കർഷകൻ ഉൽപ്പാദിപ്പിച്ച് അത് മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ അവന് കിട്ടുന്ന വില ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് നോക്കാതെ ഇലക്ഷൻ ആയപ്പോ 1 മാസം മുന്നേ ഞങ്ങൾ അവർ കൊടുക്കുന്നതിന്റെ ഡബിൾ പൈസയ്ക്ക് അല്ലെങ്കിൽ താങ്ങുവില പ്രഖ്യാപിച്ച് അവരെ റബ്ബർ കർഷകരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കളിപ്പിക്കാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യയിലെ ആളുകളെ കളിപ്പിക്കാൻ പറ്റും. അവിടെ വിദ്യാഭ്യാസം കുറവാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാത്ത പല സംസ്ഥാനങ്ങളുമുണ്ട്. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അതാണ്. വേറെ എങ്ങും പോകണ്ട. ഈ കഴിഞ്ഞ ഇലക്ഷന്റെ LDF-നുണ്ടായ വിജയം നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ മനസ്സിലാവും. ആ ഒരു ആപത്ഘട്ടത്തിൽ ജനങ്ങളോട് ഒത്തു നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സാധാരണ ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊക്കെയാണ് ജനങ്ങൾ നോക്കിയത്. അല്ലാതെ ഇലക്ഷൻ അടുക്കാറായപ്പോ ഒരു 6 മാസം കൊണ്ട് കുറെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പകരത്തിന് പകരം എന്ന തലത്തിലേക്ക് കൊണ്ടുവന്ന് കുറെ അവിടുന്ന് ഒരു VIP 2-3 VIP വന്ന് കുറച്ച് റോഡ് ഷോ കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഞങ്ങള് പെൻഷൻ ഇത്ര LDF കൊടുത്തതിന്റെ ഡബിൾ പെൻഷൻ കൊടുക്കുമെന്ന് ആർഗ്യുമെന്റ് നടത്തിയിട്ടൊന്നും കാര്യമില്ല. അടിസ്ഥാനപരമായി അവരുടെ നയസമീപനങ്ങളിൽ പൊളിച്ചെഴുത്ത് വേണം. അത്തരത്തിൽ ഒരു പൊളിച്ചെഴുത്ത് UDF-ന് നടത്താൻ കഴിയുമോ എന്ന് നമുക്ക് ഇനിയുള്ള അവരുടെ പ്രവർത്തികളിൽ കൂടെ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു കാര്യത്തിനോട് തിരിച്ചു വരികയാണ്. അതായത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഒരു പരമോന്നത ഒരു ഉന്നത ബോഡിയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം അതാണ്. അപ്പം ഹൈക്കമാൻഡ് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ അനുസരിക്കപ്പെടുന്നത് എന്നും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ ശശി തരൂർ ശ്രദ്ധേയമായ പ്രസ്താവന കൊണ്ടുവന്നു. അതായത് ഈ പ്രാവശ്യം ഞങ്ങൾ അജണ്ട, അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് എങ്ങനെ പ്രവർത്തിക്കും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തത്, ഒരുപാട് സർവേകൾ നടത്തി നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചതിന് ശേഷമാണ് എന്ന് പറഞ്ഞ് ശശി തരൂരിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പം അത് എത്രത്തോളം നടന്നിട്ടുള്ളതിനേക്കാളും കൂടുതൽ അത് അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളെങ്കിൽ തന്നെ പ്രത്യക്ഷമായ ആ ഒരു മാറ്റം ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എവിഡന്റ് ആണ്. സാറ് പറഞ്ഞ ആ കാര്യത്തിലൂടെ തന്നെ എവിഡന്റ് ആണ്. പക്ഷെ ഇനി അതിനൊരു അവസരമല്ലേ നമ്മുടെ മുന്നിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ളത്. സാറ് ഈ രണ്ടുകൂടെ കണക്ട് ചെയ്ത് വേണം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ. കാലാകാലങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടാവും. അന്വേഷണങ്ങൾ മുറ പോലെ നടക്കും. റിപ്പോർട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. വാങ്ങിയ റിപ്പോർട്ട് പത്തായത്തിൽ വെച്ച് പൂട്ടുകയും ചിലപ്പോഴെങ്കിലും അത് പൊടിത്തട്ടി നോക്കുകയും എന്നിട്ട് അത് ചവിട്ടുകൊട്ടയിലേക്ക് ഇടുകയും ചെയ്യുന്ന സമീപനം കോൺഗ്രസിന്റെ മാത്രമല്ല, ഏതാണ്ട് എല്ലാ പാർട്ടികളുടെയും സമീപനമാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടികൾ, ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP വ്യത്യാസമന്യേ അധികാരം നേടാൻ വേണ്ടിയും നേടിയ അധികാരം നിലനിർത്താൻ വേണ്ടിയും വീണ്ടും അധികാരം പിടിക്കാൻ വേണ്ടിയും അങ്ങനെ പിടിക്കുന്ന അധികാരത്തിലൂടെ തങ്ങൾ മുന്നോട്ട് വെച്ച ആദർശങ്ങൾ, ആശയങ്ങൾ, പ്രകടന പത്രിക അല്ലെങ്കിൽ പോളിസീസ് നടപ്പിൽ വരുത്താനുമാണ് സാങ്കേതികമായ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ പറയുന്നതെല്ലാം വെറും ജലരേഖകളാണ്, വീൺവാക്കുകളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഐഡിയോളജി, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈക്കമാൻഡ് ഒരു ഐഡിയോളജി കൊണ്ടുവരുന്നില്ല. ഒരു വ്യത്യസ്തം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജി നൽകുന്ന നെഹ്റു വാസ് എ ഡ്രീമർ. വെൻ നെഹ്റു വാസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഒരു ഡ്രീം വിൽക്കാൻ നെഹ്റുവിന് കഴിഞ്ഞു. ആ ഡ്രീം എന്താണ്? ഇവിടെ ഒരു ഫ്യൂഡൽ സംസ്കാരത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു വിതരണാത്മക പ്രക്രിയയിലേക്ക്. അത് നെഹ്റുവിനെ സ്വാധീനിച്ചത് ഒരുപക്ഷെ റഷ്യൻ ബന്ധങ്ങളാണ്, റഷ്യൻ മോഡൽ ഓഫ് സോഷ്യലിസം. അതിൽ നിന്നാണ് 5-year പ്ലാനുകൾ, അല്ലേ, പഞ്ചവത്സര പദ്ധതി, പ്ലാൻഡ് ഡെവലപ്മെന്റ് സാധ്യമാണ്. ഒരു അവികസിത രാജ്യത്ത് ഘട്ടം ഘട്ടമായി ആസൂത്രണത്തിലൂടെ വികസനം കൊണ്ടുവരാം. അങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ കുലാക്കുകളുടെ, ലാൻഡ് ലോഡ്സിന്റെ പിടി അയയുക. അപ്പം ഭൂപരിഷ്കരണ നിയമങ്ങൾ വരുന്നു. അതുപോലെ മുൻകാല പ്രഭുക്കന്മാർ, രാജാക്കന്മാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നു, അധികാരം കൈവശം വെച്ചിരിക്കുന്നു, ആസ്തികൾ കൈവശം വെച്ചിരിക്കുന്നു. അതിന്റെ നിയന്ത്രണത്തിനായി പ്രിവി പേഴ്സ് നിർത്തലാക്കുക, ബാങ്കുകളുടെ ദേശസാൽക്കരണം. തീർച്ചയായും റാഡിക്കൽ ചേഞ്ചസ് ആണ്, സമൂലമായ പരിവർത്തനമാണ് മുൻകാലങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം. നെഹ്റുവിന്റെ കാലത്താകട്ടെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്
1969-70 കാലത്താണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം, പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ധീരമായ നടപടികളാണ്. പറയുന്ന വാക്കിന് വിലയുണ്ടാകുന്ന സോഷ്യലിസ്റ്റ് കമ്മിറ്റ്മെന്റ് ഉള്ള നിലപാടുകൾ. അതിന്റെ ഭാഗമായിട്ടാണ് 1976 42-ാം ഭേദഗതിയിൽ സോഷ്യലിസം എന്ന വാക്ക് ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ എഴുതി വെച്ചത് അപ്പോഴാണ്. അതിനു മുമ്പ് സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ പിൽക്കാലങ്ങളിൽ വന്ന കോൺഗ്രസ് സർക്കാരുകളും അതിനുശേഷം വന്ന BJP സർക്കാരും മൂന്നാം മുന്നണി അല്ലെ LDF, NDA, നാഷണൽ ഫ്രണ്ട്, ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റും എല്ലാം തന്നെ ആഗോളവൽകൃത, ഉദാരവൽകൃത ഒരു നിലപാടിലേക്ക് മാറി. ഇപ്പോ ഒരു ആഗോളവൽക്കരണത്തിന്റെ എത്രയോ വേവ്സ് കഴിഞ്ഞു. അപ്പൊ ആഗോളവൽക്കരണത്തോടെ മുഖം തിരിഞ്ഞു നിൽക്കാനാവില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും കോൺഗ്രസിന് മാത്രമല്ല ഇടതുപക്ഷത്തിനും അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോ BJPയോ ഇടതുപക്ഷങ്ങളോ ഇനിയും വലിയ ആവേശപൂർവ്വം ഐഡിയോളജിയെ കുറിച്ചോ വലിയ പോളിസീസിനെ കുറിച്ചോ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. കാരണം അത് വളരെ വ്യക്തമാണ്, പോളിസിയുടെ കാലം കഴിഞ്ഞു. അതേസമയം പ്രോഗ്രാംസ് എന്ന് പറയുന്നത് പോളിസിയെ അധിഷ്ഠിതമാക്കിയുള്ള വർക്കിംഗ് പ്രോഗ്രാംസ് മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ നോക്കൂ. നേരത്തെ നമ്മൾ അജണ്ട സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള സംസാരത്തിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ അതിലേക്ക് തിരിച്ചു പോവുകയാണ്, അജണ്ട സെറ്റിങ്ങിലേക്ക് പോവുകയാണ്. നോക്ക്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ അജണ്ട, ഒരു തെരഞ്ഞെടുപ്പിന്റെ അജണ്ട, രാജ്യത്തിന്റെ അജണ്ട നിൽക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ അജണ്ട പോലും ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി നോക്കുക, എക്കാലത്തും ഒരു അജണ്ട, സംസ്ഥാന തെരഞ്ഞെടുപ്പാകട്ടെ രാജ്യ തെരഞ്ഞെടുപ്പാകട്ടെ, ഒരു അജണ്ട ഫിക്സ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകിച്ച് കാര്യമായ അജണ്ടകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഇതാ വരുന്നു ബാലക്കോട്ട്, പുൽവാമ. അപ്പൊ ദേശീയമായിരുന്ന അജണ്ടയായി പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഭാരതത്തെ സംരക്ഷിക്കുക, ഭാരതത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കുക. അപ്പം മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, നാഷണൽ സെക്യൂരിറ്റി അല്ലെ, ഇന്ത്യ വർദ്ധിത വീര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേശീയതയിൽ ഊന്നിയ ഒരു അജണ്ടയ്ക്കുള്ള അനുകൂല വോട്ടാണ് BJPക്ക് ലഭിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട്. ഇടതുപക്ഷം ദേശീയതയല്ല, അപ്പൊ അവർക്ക് ദേശീയതയല്ല, പക്ഷെ സംസ്ഥാനത്ത് മാത്രം കരിമയ പേരുകളുള്ള ഒരു പാർട്ടി, ദേശീയ തലത്തിൽ വലിയ പ്രഭാവമില്ലാത്ത കക്ഷിയാണ് CPM, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അവിടെ ദേശീയത പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നേരിട്ടുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങി. അതിന്റെ ഭാഗമാണ് ഈ കിറ്റെന്നും പെൻഷനെന്നും പറഞ്ഞാൽ വേണമെങ്കിൽ പരിഹാസപൂർവ്വം നമുക്ക് പറയാം, കിറ്റ്, പെൻഷൻ എന്നീ ജനപ്രിയ നടപടികളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു അംശം, ആസ്തിയുടെ ഒരു അംശം ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ വീട്ടുപടിക്കൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കാനാവില്ല. അതൊരു ഐഡിയോളജിയുടെ വിഷയമല്ല, അതൊരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷന്റെ വിഷയമാണ്. അപ്പൊ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു അജണ്ട എക്കാലത്ത് ചെയ്യാമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു മാക്രോ ഇക്കണോമിക് ഒരു ലോജിക് ഇല്ലാത്ത ഒരു കാര്യമാണ് വൻതോതിലുള്ള ഡോളിംഗ്, അതായത് വൻതോതിലുള്ള പെൻഷൻ വിതരണം, വികസന, അതായത് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പെൻഷനുകളും. ഇത് നമുക്ക് താങ്ങാനാവില്ല. ഇത് ഒരു വിശാലമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് വിത്ത് എടുത്ത് കുത്തുന്ന നടപടിയായി വേണമെങ്കിൽ കാണാം. പക്ഷെ ദൈനംദിന ജീവിതത്തിന് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് ജനം കരുതുമ്പോൾ ആ ജനപക്ഷത്ത് നിൽക്കാൻ ധൈര്യം കാട്ടിയ ഇടതുപക്ഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനത്തിന് ഉറപ്പില്ല. ന്യായ് പദ്ധതി, രാഹുൽ ഗാന്ധി ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചു. അതനുസരിച്ച് നല്ലൊരു തുക ജനങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിൽ നേരിട്ടുള്ള ക്ഷേമ പദ്ധതിയായിട്ട് അത് എത്തത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തു. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ പോളിസീസ്, പ്രോഗ്രാംസ്, പ്രകടന പത്രികയിലെ കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംഘടനാ ശേഷിയോ സംവിധാനമോ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയോ PR മാനേജ്മെന്റോ ഉണ്ടായില്ല എന്നതാണ് പരാജയ കാരണം. അതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ 3 വർഷം എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് പഠിക്കുകയും തെറ്റ് സമ്മതിക്കുകയും തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ കോൺഗ്രസിന് ഒരു സ്പേസ് ഉണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു UDF മെന്റാലിറ്റി കോൺഗ്രസ് പറയാനാവില്ല. ഇടത് വിരുദ്ധ BJP വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന
പ്രധാന കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അതിനുള്ള വഴി തുറക്കാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ നമ്മൾ ഇതേവരെ സംസാരിച്ചതിനെല്ലാം ഇതേവരെ കോൺഗ്രസ് എങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ എത്തി, ഇനിയുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ കേരളത്തിലെ മുന്നോട്ടുള്ള യാത്ര, അതിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും ഗ്രൂപ്പുകളുടെ ഇല്ലായ്മ എന്നുള്ളതും ഘടകകക്ഷികളെ കൂടെ പിടിച്ചു നിർത്തുക എന്നുള്ളതും. അപ്പം ഈവൻ ഒരുപക്ഷെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണെങ്കിൽ പോലും ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോട്ട് വന്നത് ഒരു പരിധി വരെ UDFന്റെ സംഘടനാ ശക്തിയെ കുറച്ച് ക്ഷയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പം അതേപോലുള്ള സംഘടനകൾ അത് എത്രത്തോളം ഈ UDFനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തിരുത്താൻ എന്തൊക്കെ മാർഗങ്ങളായിരിക്കും ഇനി UDF ആ ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എങ്ങനെയായിരിക്കും? UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം അവർ സ്പ്ലിറ്റ് ഉണ്ടായി, മാണിയും ജോസഫുമായി പിരിഞ്ഞു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വിധി വന്നപ്പോൾ ഔദ്യോഗിക കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് M ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതോടുകൂടി അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് 5 സീറ്റ് നേടാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോസഫിന്റെ പാർട്ടി മാത്രമേ ഉള്ളൂ കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടത്തോട്ടുള്ള പോക്ക് കോൺഗ്രസിനെ വളരെ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ക്ഷീണം കേരളത്തിലെ UDF പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ ഇനി ഈ വിട്ടുപോയ ജനവിഭാഗങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് അതിനെ വേറൊരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ BJPയെ നേരിടാൻ കോൺഗ്രസിനെക്കാട്ടിലും കുറച്ചും കൂടെ ത്രാണിയുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്ന് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ ചിന്തിച്ചത് മറ്റൊരു തലത്തിലായിരുന്നു. അതായത് കേന്ദ്രത്തില് BJPയെ നേരിടാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ കഴിഞ്ഞിട്ട് സാധിക്കൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തില് ഇത്രയും സീറ്റ് നേടി കോൺഗ്രസിന് ഇത്രയും MP-മാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ഉണ്ടായ സംഗതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പം തന്നെ ഇടതുപക്ഷം എടുത്ത പല സമീപനങ്ങളും അവരെടുത്ത്, പ്രത്യേകിച്ച് RSSന്റെ കടന്നുകയറ്റം ഇല്ലാതെ വരുന്നതിന് വേണ്ടി ഇവരെടുത്ത സമീപനം. ഇനിയിപ്പോ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ മുറ്റത്തൊന്നും തന്നെ RSSന്റെ പരിശീലനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ളതായ ഒരു 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 പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇടതുപക്ഷത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോഴും ഈ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ചെന്ന് സാമുദായിക നേതാക്കന്മാരുടെ പടിക്കൽ ചെന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതൊന്നുമില്ലാതെ അവരെ കാണേണ്ട, അവരെ ഒരു നിശ്ചിത അകലത്തിൽ നിർത്തണം. മറിച്ചിട്ട് അവര് യജമാനന്മാരാണ്, ബാക്കിയുള്ളവര് അവരുടെ ഭൃത്യന്മാരാണ് എന്നുള്ള തരത്തിലേക്ക് അത്തരത്തിലുള്ളതായ സമീപനം മാറ്റമുണ്ടാകണം. ഓരോ സാമുദായിക നേതാക്കൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ട് കേരളത്തിന്. നമുക്കറിയാം, കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ, സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ, ഇവിടെയുള്ള NSS ഉൾപ്പെടെയുള്ള NSSന്റെ ആചാര്യൻ ഉൾപ്പെടെയുള്ള ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നിട്ടാണ് ഇവിടെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ കേരളം ഇത്രമാത്രം ഇപ്പോ ഈ കാണിച്ച നമ്മൾ ഈ നിലയിൽ എത്തുവാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് എല്ലാവരും അവർണർക്ക് വേണ്ടി അവർണരുടെ അവരുടെ ക്ഷേത്രത്തിൽ അവർക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് സവർണ നേതാക്കളാണ് അതിനുവേണ്ടി സമരം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിന്. അപ്പോൾ അവര് പറയുന്നത് മാത്രം നടപ്പിലാക്കുന്ന തരത്തിലേക്ക് അവര് പറയാണ് ഇന്ന പോസ്റ്റിൽ ഇന്നയാളെ പ്രതിഷ്ഠിക്കണം, അത്തരത്തിലുള്ള സമീപനമൊന്നും ഇടതുപക്ഷത്തോട് നടക്കത്തില്ല. അപ്പൊ കേരളത്തിലെ കോൺഗ്രസിനും അത്തരത്തിൽ പറയാനുള്ള ചങ്കൂറ്റമുള്ള നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനുണ്ടാകണം. എങ്കിൽ മാത്രമേ പല ആളുകള് ജനങ്ങൾക്ക് ഒരു ഈ വർഗീയപരമായിട്ട് അല്ലാതെ അതിന്റെ മെറിറ്റ് അനുസരിച്ച്, ഓരോ വിഷയങ്ങളുടെയും മെറിറ്റ് അനുസരിച്ച് ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അപ്പൊ അതുപോലെ തന്നെ ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഇപ്പോൾ ഉള്ള ഘടകകക്ഷികൾ പോലും അങ്ങോട്ട് പോകാൻ ഉള്ളൊരു ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പൊ ഇത് ഒന്ന് ഉറച്ചു വാർക്കണം.
പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തെരഞ്ഞെടുപ്പ് ആത്യന്തികമായി നടക്കണം. മറിച്ച് സാധാരണ നടക്കുന്നത് പോലെയുള്ള മേലുന്ന് കുറെ ആളുകളെ പുനഃസംഘടന എന്ന പേരിൽ ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കുറെ പേരെ അവിടെ ഇവിടെയൊക്കെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് അവർ പിന്നീട് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തും. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിനെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് എന്നും പറഞ്ഞിട്ടാണല്ലോ ഇവിടെ പറയുന്നത്. മുസ്ലിമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ന ആള്, ക്രിസ്ത്യാനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ന ആള്, നായരെ റെപ്രസെന്റ് ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിച്ചെങ്കിൽ ഇന്ന് ഇരിക്കുന്ന 14 ജില്ലകളും എടുത്ത് പരിശോധിച്ചാൽ എത്ര DCCയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾ അതിനകത്തുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഇപ്പം അദ്ദേഹത്തെ പ്രവേശിച്ചാൽ അദ്ദേഹം കഴിഞ്ഞറിയാം, ഞാൻ വ്യക്തിപരമായി പറയുമല്ല, ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇല്ലേ, അദ്ദേഹം കൊല്ലം DCCയുടെ പ്രസിഡന്റായി ഇരുന്ന സമയത്താണ് സമ്പൂർണമായ പരാജയം കൊല്ലം ജില്ലയിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടായത്. അദ്ദേഹം ഇപ്പൊ കൊട്ടാരക്കര എന്താണ് ശ്രമിക്കുന്നത്? അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പണ്ട് കാലം മുതൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ മാറ്റിയിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായി എന്താണ്, പണ്ടേ കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് അകന്നു പോകും. അത്തരത്തിലുള്ള സമീപനങ്ങളില്ലാതെ കോൺഗ്രസിൽ ഇന്നിരിക്കുന്ന അല്ലെങ്കിൽ നേതൃതലത്തിലേക്ക് വരുന്ന എല്ലാ നേതാക്കളും അതിന്റെ മെറിറ്റ് അനുസരിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്യുകയും അവർ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൽ നിന്ന് അതിനുള്ള ഒരു മേൽനോട്ടം ഉണ്ടാവുകയും ഒരു സമൂലമായ ഒരു അഴിച്ചുപണി ഉണ്ടായി. പ്യുവർ മെറിറ്റ്, അതിനകത്ത് വേറെ ഒന്നുമില്ല, മെറിറ്റ് ഉണ്ടോ ആ വ്യക്തിയെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കും എന്നുള്ള നിലയിലേക്ക് ഇതിലെ കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞ വാക്കുകളിൽ നിന്ന് അതായത് ശരിക്കും കോൺഗ്രസ് ഇനി എയിം ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷെ മൂന്നാമത്തെ നിയമനം, അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അടുത്ത കൂടി വരെ ഉള്ള ഒരു പാർട്ടി നേതൃത്വത്തിന്റെ അഴിച്ചുപണി, ഒരു പക്ഷേ KPCC, DCC, ബ്ലോക്ക് ലെവൽ കമ്മിറ്റി, ജില്ലാ ലെവൽ കമ്മിറ്റി എല്ലാം അഴിച്ചുപണിയുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ അതിന് സൂചനകളൊന്നും ഇപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എങ്കിലും ഒരു പക്ഷേ അത് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങളായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്നത്? ഒന്ന്, തീർച്ചയായിട്ടും ഗ്രൂപ്പുകളെ വാക്കുകൾ കൊണ്ട് എഴുതി കെട്ടിക്കളയാമെങ്കിലും ആ ഗ്രൂപ്പുകൾ എന്നത് ഇപ്പോഴും ഉണ്ട്. ആ ഗ്രൂപ്പുകൾക്ക് അംഗീകാരം നഷ്ടപ്പെട്ട മാനേജർമാരും ഉണ്ട്. അതുപോലെ തന്നെ ഘടകകക്ഷികൾ ഇനി ഭരണമില്ലാതെ നിൽക്കുന്നു, ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഘടകകക്ഷികളുണ്ട്. ഇതേപോലെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒന്നും ആവാതെ പോയി എന്ന് സ്വയം വിശ്വസിക്കുന്നതല്ലേ ആലോചിക്കുന്ന ഒരു യുവതലമുറയുണ്ട്. അപ്പൊ ഇത് അതായത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും പക്ഷെ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നീങ്ങാം. ബിക്കോസ് നമുക്ക് ഇനി അടുത്ത മറ്റുള്ള പാർട്ടികളെ പറ്റി അപ്പൊ ഇതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് അഴിച്ചുപണി എപ്പോഴും വേദനാജനകമായ ഒരു അനുഭവമാണ്. പലപ്പോഴും സിസേറിയൻ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. അഴിച്ചുപണി എന്ന് പറയുന്ന യഥാർത്ഥ അഴിച്ചുപണി. അപ്പം ഇത് തൊലിപ്പുറത്തെ ചികിത്സയാണ് പലപ്പോഴും നടക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള അഴിച്ചുപണി സംവിധാനം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം നോക്കി ബൂത്ത് തലം മുതൽ, കാരണം കോൺഗ്രസിന്റെ പല തലങ്ങളാണ്, നിയോജക മണ്ഡലത്തിലെ ബൂത്തുകൾ, അനേക ബൂത്തുകളാണല്ലോ ഒരു നിയോജക മണ്ഡലത്തിൽ, ബൂത്ത് തലം, അതുപോലെ തന്നെ ബ്ലോക്ക് ലെവൽ കോൺഗ്രസ് കമ്മിറ്റി, നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് DCC, KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി AICC, അതിന്റെ തലപ്പത്ത് ഒരു വർക്കിംഗ് കമ്മിറ്റി, അതിന്റെ എല്ലാം തലപ്പത്താണ് AICCയുടെ പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റിയുടെയും പ്രസിഡന്റാണ്. ആ വ്യക്തിയെ നമ്മൾ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നു. എല്ലാ തലങ്ങളിലും കോൺഗ്രസ് പ്രസിഡന്റിനെ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ തലങ്ങളിലും മുകളിലും തുടങ്ങിയാൽ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചില
മാനദണ്ഡങ്ങൾ നോക്കി, വിത്തിൻ കോട്ട്സ് മാനദണ്ഡങ്ങൾ നോക്കി ചില വ്യക്തികളെ കുടിയിരുത്തുകയാണ്. കഴിവോ അർഹതയോ അല്ല അവിടെ മാനദണ്ഡം. ഒരു മാനദണ്ഡം വിധേയത്വമാണ്. രണ്ടാമത്തെ മാനദണ്ഡം ഭാവിയിൽ റിബൽ ചെയ്യാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി നുള്ളുക വഴി അക്കോമഡേഷൻ ആണ്, കുടിയിരുത്തുകയാണ്. അതുപോലെ പല ജാതി മത സമവാക്യങ്ങൾ അത് വേണം. തീർച്ചയായിട്ടും ഒരു ഓൾ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയിൽ, ദേശീയ പാർട്ടി എന്ന നിലയിൽ എല്ലാ സമവാക്യങ്ങളും പാലിക്കപ്പെടണം. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ജാതി മത സമവാക്യങ്ങൾക്ക് ഉപരിയായി സംസ്ഥാനത്തെ ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങൾ നോക്കണം. അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് സംഭവിച്ചാൽ ഒരുപക്ഷെ ഒരു ഗ്രൂപ്പിന്റെ മാത്രം പ്രതിനിധികളായിരിക്കും ജില്ലകളിൽ ചിലപ്പോൾ ജയിച്ചു വരുന്നത്. എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രതിനിധികളെ അവരുടെ ശക്തിക്കനുസരിച്ച് ഉൾപ്പെടുത്തണം എങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ തന്നെ ഒരു ധാരണയും ഒരുമിച്ച് ചേർന്ന ഗ്രൂപ്പുകൾ എടുത്ത ഒരു പൊതുധാരണ ഹൈക്കമാൻഡ് സ്ഥിരീകരിച്ച് KPCC കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിച്ച് മൈനർ ചേഞ്ചസ് ഒക്കെ വരുത്തി അംഗീകരിച്ച് അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകന് ഗ്രൂപ്പില്ല, യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തന ഗ്രൂപ്പില്ല. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ അവന് സ്ഥാനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഗ്രൂപ്പ് യജമാനന്മാരിലൂടെ, ഗ്രൂപ്പ് ഐഡന്റിറ്റിയിലൂടെ മാത്രമേ സംഘടനാ സംവിധാനത്തിനകത്തും അല്ലെങ്കിൽ പാർലമെന്ററി സംവിധാനത്തിനകത്തും അവന് സ്ഥാനം ലഭിക്കൂ എന്ന തിരിച്ചറിവാണ് വ്യക്തികൾക്കുണ്ടായിരുന്ന, അംഗങ്ങൾക്കുണ്ടായിരുന്ന. ആ തിരിച്ചറിവ് ഇന്ന് മാറിയിരിക്കുന്നു. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഒരു സ്വരമുണ്ടായിരിക്കുന്നു, ശബ്ദമുണ്ടായിരിക്കുന്നു, ആ ശബ്ദം കേൾക്കാൻ ചെവി ഉണ്ടായിരിക്കുന്നു. അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. KPCC പ്രസിഡന്റ് നിയമനവും അതാണ് എനിക്ക് പറയാനുള്ളത്. KPCC പ്രസിഡന്റ് നിയമനവും പ്രതിപക്ഷ നേതാവ് നിയമനവും ഇനിയിപ്പോൾ വരാൻ പോകുന്ന UDF കൺവീനർ നിയമനം എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തകരുടെ വികാരം ഒരു മാസ് ഒരു കൺസിഡറേഷനായി എടുക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ ആ വികാരം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പുകൾക്ക് അതീതമായി, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല, ഗ്രൂപ്പുകൾക്ക് അതീതമായി, ഗ്രൂപ്പില്ലാതെ എല്ലാവരും പരസ്പരം മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ ഒന്നാം തരം ഒരു ജനാധിപത്യ സംവിധാനമായി ഉൾപാർട്ടി ജനാധിപത്യം അതിൻ്റെ എല്ലാ ചാരുതയോടെയും കരുത്തോടുകൂടിയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനുള്ള വഴി ഒരുക്കാൻ ഈ അണയാൻ പോകുമ്പോൾ ആളിക്കത്തുമെന്നല്ലേ, ഗ്രൂപ്പുകൾ ഇനി ആളിക്കത്തുമോ, ആളിക്കത്തലിന് ശേഷം അണയുമോ, അതോ കനലായി എരിഞ്ഞടങ്ങുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അഭിപ്രായം കൂടി എന്താണ് ഈ ഒരു രാഷ്ട്രീയ സമവാക്യം, അതായത് ഈ ആളുകളെ പുതിയ സംഘടനയ്ക്ക് വേണ്ടി, പുതിയൊരു പുനഃസംഘടനയ്ക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കും നോക്കുന്നത്? സാറ് പറഞ്ഞ അഭിപ്രായങ്ങളാണോ മറ്റെന്തെങ്കിലും സാറിന് അതിനോട് ആഡ് ചെയ്യാനുണ്ടോ? നമ്മൾ ഈ ചർച്ച ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അതായത് ഈ ഗ്രൂപ്പ് ഇല്ലാത്തവരുടെ ഒരു ഗ്രൂപ്പ് ഇനി ഉണ്ടാവരുത്. ഇപ്പം ഗ്രൂപ്പ് ഇല്ല എന്ന് നിൽക്കുന്നവര് അവരൊരു ഗ്രൂപ്പായി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകും. അപ്പോ ഈ പല കോൺഗ്രസിന്റെ യുവ നേതാക്കളെ എടുത്ത് പരിശോധിച്ചാൽ അവർക്കൊക്കെ അഭിപ്രായം പറയണമെന്നുണ്ട്. പക്ഷെ പറയുവാനുള്ള ധൈര്യമില്ലാത്തത്, തുറന്നു പറഞ്ഞാൽ ഗ്രൂപ്പ് മാനേജർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകും, പിന്നെ മേലോട്ട് കയറിപ്പോകാൻ പറ്റില്ല, അവർ ഔട്ടായി. അപ്പം എന്താണോ ഗ്രൂപ്പ് മാനേജർ പറയുന്നത് അതിന് തലയാട്ടുന്ന ആ പഴയ സമീപനത്തിന് മാറ്റമുണ്ടായി യഥാർത്ഥ രീതിയിലുള്ളതായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ ഉള്ള ഒരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നയ സമീപനങ്ങളിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ വളരെ അക്കാദമിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. കോൺഗ്രസിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഈ സവിശേഷമായ സാഹചര്യം, അതിൽ ഗ്രൂപ്പുകളുടെ പ്രസക്തി, ഗ്രൂപ്പുകൾ കാരണമുണ്ടായ പ്രശ്നങ്ങൾ, ഘടകകക്ഷികളുടെ പ്രസക്തി, ഘടകകക്ഷികൾ കാരണമുണ്ടായ പ്രശ്നങ്ങൾ, പിന്നീട് KPCCയുടെ ഇലക്ഷൻ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷെ അവിടെ എല്ലാം
നമ്മൾക്ക് ശുഭപ്രതീക്ഷയെ തോന്നുന്നത് ഈ ഒരു പാർട്ടിയുടെ അഴിച്ചുപണി തന്നെയാണ്. അതായത് സാധാരണക്കാരൻ രണ്ട് അധ്യാപകരും രണ്ടുപേരും അക്കാദമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ തന്നെ കാരണം രണ്ടുപേരും പൊളിറ്റിക്കൽ സയൻസ് തന്നെ ഡീൽ ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് തീർച്ചയായിട്ടും പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിനകത്ത് വ്യക്തികളുടെ പേര് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിവാദങ്ങൾ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതും മറ്റുള്ളവർക്ക് പകരാൻ ശ്രമിച്ചതും അതിന്റെ ഒരു അക്കാദമിക് അല്ലെങ്കിൽ ഒരു പാർട്ടി എങ്ങനെ ഇനി മുന്നോട്ട് വരാം എന്നുള്ള അക്കാദമിക് പെർസ്പെക്റ്റീവാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ ഒരു ശുഭപ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഒരു നല്ല അഴിച്ചുപണി, ഒരു നല്ല ലീഡർഷിപ്പ്, സാധാരണക്കാരന്റെ സ്വരം, വർക്ക് ചെയ്യുന്നവന്റെ പ്രവർത്തിക്കുന്നവന്റെ സ്വരം ഉയർന്നു കേൾക്കാൻ കഴിയുന്ന ഒരു വേദി തുടങ്ങിയവ വരുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം, പ്രതീക്ഷിക്കാം. കോൺഗ്രസ് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടി തിരിച്ചു വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്, തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടികളും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ ഹൈക്കമാൻഡും പ്രവർത്തിക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ചർച്ചയുമായി. നമസ്കാരം.